നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 399 399. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 21-ാം അധ്യായത്തിലെ 5-ാമത്തെ ശ്ലോകം മുതൽക്കാണെന്ന് പറയേണ്ടത്. ശ്ലോകം 5. ശംഖദുന്ധുവിഘോഷേണ ബ്രഹ്മഘോഷേണ ച ത്വിജാം വിവേശ ഭവനം വീരാസ്തൂയമാനോ ഗതസ്മയാം. ഋത്വിക്കുകളുടെ വേദഘോഷത്തോടും, അതായത് പൂജ ചെയ്യുന്നവരെ തന്നെയാണ് ഋത്വിക്കുകളെന്ന് പറയുക, വേദഘോഷങ്ങളോടും ശംഖം ദുന്ദുബി ഇവയുടെ ഘോഷത്തോടും കൂടെ സ്തുതിക്കപ്പെടുന്നവനായിരുന്നാലും അഹങ്കാരഹീനനായിട്ട്, അത് ആ വാക്കാണ് വരുന്നത്, അഹങ്കാരമില്ലായ്മയായിട്ട് പരാക്രമിയായ രാജാവ് രാജധാനിയെ പ്രാപിച്ചു. അതായത് പൃഥു ചക്രവർത്തി എന്നർത്ഥം. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയുന്നു. ശംഖം ദുന്ദുബി മുതലായ വാദ്യഘോഷങ്ങളും വേദജ്ഞന്മാരായ ബ്രാഹ്മണർ സ്വരം പിഴയ്ക്കാതെ, അത് അതിലേറെ ഗംഭീര, സ്വരം പിഴയ്ക്കാൻ പാടില്ല. അപ്പോൾ വിഷ്ണു സഹസ്രനാമം ലളിതാ സഹസ്രനാമമൊക്കെ ജപിക്കുമ്പോൾ അതിനർത്ഥത്തിന് വിലോപം വരും. പ്രത്യേകിച്ച് ചിലവർ ഈ നാരായണീയം അർത്ഥം അറിയാതെ കൊണ്ട് വായിക്കുക, അക്ഷരങ്ങൾ അറിയാണ്ട് പറയുക. ഭാഗവതം കേട്ടോ, ഞാനത് കാരണം കൂടുതൽ ആഖ്യാനത്തിൽ ഞാൻ ശ്രദ്ധിക്കാറുള്ളൂ, ശ്ലോകത്തിൽ ഞാൻ ശ്രദ്ധിക്കാറില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. ആഖ്യാനം നമ്മൾക്ക് അതിൻ്റെ എസൻസ് മനസ്സിലാവണം. അതേമാതിരി എന്താണ് സൗന്ദര്യലഹരി, അത് വലിയൊരു താന്ത്രിക് ഗ്രന്ഥമാണ്. അതിഷ്ടം പോലെ എങ്ങനെയെങ്കിലൊക്കെ വായിച്ചാൽ പോരാ, എന്തോട്ടെ. അപ്പോൾ പിഴയ്ക്കാതെ, സ്വരം പിഴയ്ക്കാതെ ഉച്ചരിക്കുന്ന ഘോഷങ്ങളും മുഴുങ്ങിയിരുന്നു. രാജാവിൻ്റെ മഹിമയെ ജയ ശബ്ദത്താൽ പ്രജകൾ വാഴ്ത്തുന്നുണ്ടായിരുന്നു. എങ്കിലും ലേശവും ഗർവോടുകൂടാതെ വീരനായ പൃഥു സ്വഭവനത്തെ പ്രാപിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾക്ക് എന്തുണ്ടാവാൻ പാടില്ല? ഗർവ് ഉണ്ടാവരുത് ആരോടും. 6-ാമത്തെ ശ്ലോകം. പൂജിത പൂജയാമാസ തത്ര തത്ര മഹായശാഃ പൗരാൻ ജാനപദാം സ്ഥാൻ പ്രീത പ്രിയവരപ്രദാം. അവിടവിടെ പൂജിക്കപ്പെട്ടവനും, 10 ആളുള്ള സ്ഥലത്ത് പൃഥു ചക്രവർത്തിയെ പൂജിക്കാതെ ഇരിക്കില്ല. മഹായശസ്സുള്ളവനെ പൂജിക്കാൻ പാടുള്ളൂ. സന്തുഷ്ടനും ഇഷ്ടവരങ്ങളെ നൽകുന്നവനുമായിട്ട് പുരവാസികളെയും അതാത് ദേശവാസികളെയും പൂജിച്ചു എന്നാണ്. ഇനി അതിൻ്റെ ഭാവാർത്ഥം. എഴുന്നള്ളുന്ന അവസരത്തിൽ അതാത് സ്ഥാനങ്ങളിൽ സംഘം ചേർന്ന് വന്ന് തന്നെ പൂജിച്ച പട്ടണവാസികളിലും ദേശവാസികളിലും പ്രീതിയോടുകൂടെ അവരാഗ്രഹിക്കുന്ന രാജപരിഷ്കാര രൂപങ്ങളായ അഭീഷ്ടവരങ്ങളെ മടികൂടാതെ നൽകിയതുകൊണ്ട് രാജാവിൻ്റെ മഹാകീർത്തി എങ്ങും പരന്നിരുന്നു എന്ന് പറഞ്ഞു. ഇനി 7-ാമത്തെ ശ്ലോകം. സ ഏവം ആദീന്യൻ അവധ്യചേഷ്ടിതാം കർമാണി ഭൂയാംസി മഹാൻ മഹത്തമ കുറുവൻ ശശാസ വനിമണ്ഡലം യശ സ്പീതം നിധായാരുരുഹേ പരംപദം. ഉത്കൃഷ്ട ഗുണങ്ങളുള്ളവനും, ഉത്കൃഷ്ട ഗുണങ്ങളുള്ളവനും ഏറ്റവും പൂജനും അനവധ്യചേഷ്ടിത എന്നാണ്. ഏവം ആദീന്യം അനവധ്യചേഷ്ടിത, അനവധ്യ, ഏവം ആദീന്യ അനവധ്യചേഷ്ടിത. അപ്പോൾ ദോഷരഹിതമായ വ്യാപാരത്തോടു കൂടിയവനുമായ അവൻ ഇപ്രകാരമുള്ള
അനേകം കർമ്മങ്ങളെ ചെയ്യുന്നവനായിട്ട് ഭൂമണ്ഡലത്തെ ശാസിച്ചു. ഇന്നതില്ല, ശാസനകളില്ല. ഗവർണറേനൊക്കെ ചീത്ത വിളിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിലത്തെ സ്ഥിതി എന്താ? അപ്പോൾ ശാസിച്ചു. ഉജ്ജ്വലമായ യശസ്സിനെ നിലനിർത്തിയിട്ട് വൈകുണ്ഠത്തെ ആരോഹണം ചെയ്തു. ഇനി അതിൻ്റെ ഭാവാർത്ഥം, വിതുരരുടെ ശ്രവണേച്ഛയെ പരീക്ഷിക്കുവാനോ എന്ന് തോന്നുമാറ് മൈത്രേയൻ പൃഥുചരിത വർണ്ണനത്തെ പെട്ടെന്ന് ഉപസംഹരിക്കുന്നു. ഹേ വിതുര, സൽഗുണങ്ങൾ തികഞ്ഞവനും ബ്രഹ്മവാദി ദേവന്മാരാൽ പൂജ്യനുമായ ഭഗവാൻ ശ്രീനാരായണന്റെ അംശഭൂതനായതുകൊണ്ട് പരമപൂജ്യനും വേദവിരുദ്ധങ്ങളായ കർമ്മങ്ങളെ ചെയ്യാത്തവനുമായ പൃഥു, വേദവിരുദ്ധങ്ങളായ കർമ്മങ്ങളെ ചെയ്യാത്തവനായിരിക്കണം. അപ്പോൾ ഭാഗവതത്തിന് വിരുദ്ധമായിട്ടുള്ളത് ചെയ്യരുത്. അങ്ങനെയാണല്ലോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്, ഭാഗവത വിരുദ്ധം. അപ്പോൾ ഇപ്രകാരമുള്ള അനേകം കർമ്മങ്ങളെ ചെയ്തു ഭൂമണ്ഡലത്തെ യഥാക്രമം പരിപാലിച്ചുകൊണ്ട് ഉജ്ജ്വലമായ യശസ്സിനെ നിലനിർത്തിയ ശേഷം വൈകുണ്ഠലോകത്തെ പ്രാപിക്കുകയും ചെയ്തു. സൂതാവാച, ഇങ്ങനെയാണ് സംസാരം ഉണ്ടായത് എന്ന് സൂതര് ശൗനകാദി ഋഷീശ്വരന്മാരോട് പറയാണ്. 8ാമത്തെ ശ്ലോകം. തദാതിരാജസ്യ യശോ വിജൃംഭിതം ഗുണൈരശേഷൈർഗുണവത്സഭാജിതം ക്ഷത്താമഹാഭാഗവത സദസ്പദേ കൗശാരവീം പ്രാഹ ഗൃണന്തമർച്ചയൻ. സകല ഗുണങ്ങൾ കൊണ്ടും ഗുണവാന്മാരാൽ സൽക്കരിക്കപ്പെട്ടതും വർദ്ധിച്ചിരിക്കുന്നതുമായ ആദിരാജാവിൻ്റെ ആ യശസ്സിനെ പറയുന്നു. മൈത്രേയരെ, പൂജിക്കുന്നവനും അത്യന്ത ഭക്തനുമായ വിതുരർ, ഹേ ശൗനക പറഞ്ഞു എന്നാണ് സൂതര് ശൗനകരോട് പറഞ്ഞത്. അതെന്താണെന്നുള്ളത് ഭാവാർത്ഥം വായിക്കുമ്പോൾ ശരിക്കും മനസ്സിലാവും. സൂതൻ പറഞ്ഞു, ഹേ ശൗനക മുനെ, സകല ഗുണങ്ങളെയും സമ്പൂർത്തി നിമിത്തം ലോകത്തിലുള്ള ഗുണവാന്മാരാൽ ആദരിക്കപ്പെടുന്നതും അധികരിച്ചിരിക്കുന്നതുമായ ആദിരാജാവിൻ്റെ യശസ്സിനെ വർണ്ണിക്കുന്ന മൈത്രേയരെ പൂജിച്ചുകൊണ്ട് മഹാഭക്തനായ വിതുരർ ഇപ്രകാരം പറഞ്ഞു. വിതുരാവാച. 9ാമത്തെ ശ്ലോകം. സ അഭിഷിക്ത പൃഥുർ വിപ്രൈലബ്ധാശേഷസുരാർഹണ ബിഭ്രൽ സ വൈഷ്ണവം തേജോ ബാഹോരഭ്യാം ദുദോഹഗാം. അതായത് സകല ദേവന്മാരിൽ നിന്നും ലഭിക്കപ്പെട്ട അർഹണത്തോടുകൂടിയും ബ്രാഹ്മണരാൽ അഭിഷേകം ചെയ്യപ്പെട്ടുമിരിക്കുന്ന ആ പൃഥു യാതൊന്നുകളാൽ ഗോവിനെ കറന്നുവോ, കൈകളിൽ വൈഷ്ണവമായ തേജസ്സിനെ ഭരിച്ചിരിക്കുന്നവനുമാകുന്നുവല്ലോ. അതാണ് ശരി. അതിൻ്റെ ഭാവാർത്ഥം കേട്ടോളൂ. ഹേ ഭഗവൻ, ആ പൃഥുചക്രവർത്തി ഏതൊരു കൈകളാൽ ഗോരൂപത്തെ ധരിച്ച ഭൂമിദേവിയിൽ നിന്ന് അഭീഷ്ട വസ്തുക്കളെ കറന്നെടുത്തുവോ, ആ കൈകളിൽ വിഷ്ണു തേജസ്സിനെ വഹിച്ചിരിക്കുന്നവനും. അതാണ് ഇമ്പോർട്ടൻ്റ്. അല്ലെങ്കിൽ മഹാലക്ഷ്മിയാകുന്ന ഗോവിനെ കറക്കാൻ പറ്റില്ല. ഇതാണ് അതിൻ്റെ ഇൻട്രിഗേറ്റ് പോയിന്റ്. അതു നിമിത്തം ബ്രഹ്മാദി സകല ദേവന്മാരിൽ നിന്നും ഛത്രചാമരാദി രാജചിഹ്നങ്ങളാകുന്ന ഭൂഷണങ്ങളെ ലഭിച്ചിരിക്കുന്നവനും മരീചാദികളായ മഹാബ്രാഹ്മണരാൽ ഭൂമിപാലകനായി അഭിഷേകം ചെയ്യപ്പെട്ടവനും ആകുന്നുവല്ലോ എന്ന് കഥ കേട്ട് മനസ്സിലാക്കിയിട്ട് വിതുരരെ മൈത്രേയരോട് സംസാരിക്കുകയാണ്. 10ാമത്തെ ശ്ലോകം ഒരു 4 വരി ശ്ലോകമാണ്. കോ നസ്യ കീർത്തിം ന ശൃണോത്യഭിജ്ഞോ യദ്വിക്രമോച്ഛിഷ്ടമശേഷഭൂവ ലോകാസപാല ഉപജീവന്തി കാമാം അദ്യാപി തന്മേ വദ കർമ്മശുദ്ധം. കർമ്മം നന്നായാൽ എല്ലാം നന്നായി. അപ്പോൾ പറയണു, സകല രാജാക്കന്മാരും പാലന്മാരോടുകൂടിയ, അതായത് പാലകന്മാർ, സപാല
സപാല, അതായത് നമ്മുടെ അർത്ഥം ഉണ്ടോ നോക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ലോകപാലന്മാരെന്നാ. അപ്പോൾ അവിടെ ഒരു വാക്ക് പോരുണ്ട്. സപാല എന്ന് പറഞ്ഞാൽ പാലന്മാരല്ല, പാലകന്മാരാണ്. അതെങ്ങനെ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ ഈശ്വരാധീനം, അത്രയേ ഉള്ളൂ. സ്വപാല കോ നസ്യ കീർത്തിം ന ശൃണോത്യഭിജ്ഞോ യദ് വിക്രമോ ചിഷ്ടമശേഷ ഭൂപ ലോകാ സപാല ഉപജീവന്തി കാമാൻ അദ്യാപി തന്മേവത കർമ്മശുദ്ധം. അപ്പോൾ പാലകന്മാരോടുകൂടിയ ലോകങ്ങളും ഇന്നും യാതൊരുവൻ്റെ പരാക്രമത്തിൻ്റെ അവശിഷ്ടമായിരിക്കുന്ന ഭോഗ്യവസ്തുവിനെ ഉപജീവിക്കുന്നു. അറിവുള്ള ഏതൊരുവൻ ഇവൻ്റെ കീർത്തിയെ കേൾക്കുന്നില്ല. ശുദ്ധമായ ആ കർമ്മത്തെ എന്നോട് അരുൾ ചെയ്താലും എന്ന് വിതുരർ ശരിക്കും പറഞ്ഞവർ താങ്ങുതാക ചെയ്തത് അറിയാനുള്ള ജിജ്ഞാസ കൊണ്ട്. ഇനി അതിൻ്റെ ഭാവാർത്ഥം, പരാക്രമിയായ അദ്ദേഹത്തിൻ്റെ പൃഥിവീദോഹനത്തിൽ നിന്ന് സിദ്ധിച്ച ഭോഗ്യവസ്തുക്കളുടെ അവശേഷത്തെ ഇന്നും സകല രാജാക്കന്മാരും ഇന്ദ്രാദി ലോകപാലന്മാരും സകല പ്രാണിവർഗങ്ങളും അനുഭവിച്ച് ഉപജീവിക്കുന്നുവല്ലോ. ഗുണഗ്രാഹിയായ ഏതൊരുവനാണ് അദ്ദേഹത്തിൻ്റെ കീർത്തിയെ കേൾപ്പാൻ ആഗ്രഹിക്കാതിരിക്കുക? അതുകൊണ്ട് ഹേ ഭഗവൻ, പരിശുദ്ധമായ ആ കർമ്മത്തെ എന്നോട് വിസ്തരിച്ച് അരുൾ ചെയ്യണം എന്ന് പറഞ്ഞു. മൈത്രേയ ഉവാച, മൈത്രേയർ അതിന് മറുപടി പറയാണ്. 11ാമത്തെ ശ്ലോകം. ഗംഗാ യമുനയോർ നദ്യോർ അന്തരാക്ഷേത്രമാവസൻ ആരബ്ധാനേവ ഭുഭുജേ ഭോഗാൻ പുണ്യജിഹാസയാം. ഗംഗാ യമുന നദികളുടെ മധ്യത്തിലുള്ള ക്ഷേത്രത്തെ അധിവസിച്ചവനായിട്ട് ആരംഭിച്ചിരിക്കുന്ന ഭോഗങ്ങളെ തന്നെ പുണ്യത്തെ ഉപേക്ഷിപ്പാനുള്ള ആഗ്രഹത്താൽ ഭുജിച്ചു. അതായത് പുണ്യത്തെ ഉപേക്ഷിക്കുക ആഗ്രഹത്താൽ ഭുജിച്ചു എന്നാണ് പറഞ്ഞത്, അർഹമായിട്ടുള്ളതിനെ. അതിൻ്റെ ഭാവാർത്ഥം മൈത്രേയർ പറഞ്ഞു. ഗംഗാ യമുന എന്ന നദികളുടെ മധ്യത്തിലുള്ള ക്ഷേത്രത്തിൽ വസിച്ചിരുന്ന പൃഥു മഹാരാജാവ് മുൻജന്മകൃത പുണ്യകർമ്മങ്ങളുടെ ഫലമായി സിദ്ധിച്ച ഭോഗങ്ങളെ മാത്രം അനുഭവിച്ചു. പുതുതായിട്ട് അനുഭവിച്ചില്ല. എന്താ? കടം വരും, ജന്മെടുക്കേണ്ടി വരും. സുഖം സമ്പാദിപ്പാനായി കർമ്മങ്ങൾ ചെയ്തില്ല. അവിടെയാണ് നമ്മളും അവരും കൂടിയുള്ള വ്യത്യാസങ്ങൾ. ഇമ്പോർട്ടൻ്റ് എന്ന് എഴുതി വയ്ക്കാം. ഇമ്പോർട്ടൻ്റ് ഓം. പ്രാരബ്ധം അനുഭവിച്ചു തന്നെ അവസാനിപ്പിക്കണം. സുഖവും ദുഃഖവും പുണ്യപാപരൂപങ്ങളായ ജന്മാന്തര കർമ്മങ്ങളുടെ ഫലമാണ്. അനുഭവം കൊണ്ട് ആ കർമ്മങ്ങൾ അവസാനിക്കുമ്പോൾ പുരുഷൻ മോക്ഷാർഹനായി ഭവിക്കുന്നു. അപ്പോൾ പുതിയ പുണ്യം തേടരുത് എന്നർത്ഥം. കർമ്മം ചെയ്യരുത്, ഭഗവാൻ ലയിക്കുക നിഷ്കാമമായിട്ട്. അതിനാൽ പ്രാരബ്ധ പുണ്യകർമ്മ ഫലരൂപ ഭോഗങ്ങളെ, പ്രാരബ്ധ പുണ്യകർമ്മഫലരൂപ സുഖഭോഗങ്ങളെ ആസക്തി കൂടാതെ അനുഭവിച്ചുവെന്നും സുഖത്തിൽ സന്തോഷമോ ദുഃഖമോ വെറുപ്പോ കൂടാതെ വന്നു ചേരുന്ന സുഖദുഃഖങ്ങളെ സമഭാവത്തോടുകൂടെ സ്വീകരിക്കുന്നതിനെയാണ് പ്രാരബ്ധ ഫലഭോഗം എന്ന് പറയുന്നത്. 12ാമത്തെ ശ്ലോകം പറയണു. സർവത്രാസ്ഖലിതാദേശ സപ്തദ്വീപേകദണ്ഡദൃഗ് അന്യത്ര ബ്രാഹ്മണകുലാത് അന്യത്ര അച്യുതഗോത്രതാം. ഈ ഭൂമിയിലുള്ള 7 വൻകരകളുടെ ഏകഛത്രാധിപതിയായിരുന്നിട്ടും അദ്ദേഹത്തിന് അച്യുതനോടായിരുന്നു രതി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സമയമില്ല ഭാഗവതം പഠിക്കാമെന്ന് പറയരുത്. അതിന് പ്രിയോറിറ്റി ഉണ്ടായില്ല. കാരണം ജന്മാന്തര ദുരിതം, അത്രേ പറയുള്ളൂ. അപ്പോൾ പറയണു, സപ്തദ്വീപുകളിലും ഏകദണ്ഡധരനായ അദ്ദേഹം ബ്രാഹ്മണ കുലത്തെ ഒഴിച്ചും അന്യത്ര, അതായത് അച്യുത ഭക്തന്മാരെ ഒഴിച്ചും മറ്റുള്ള എല്ലാവരിലും തടസ്സമില്ലാത്ത കൽപ്പനയോടുകൂടിയവനായിരുന്നു. അപ്പം എന്താ മനസ്സിലായത്? ബ്രാഹ്മണരോട് കൽപ്പിക്കാൻ പോവില്ല. ബ്രാഹ്മണർക്ക് യഥേഷ്ടം ജീവിക്കാം. പക്ഷേ അതിലുള്ള പ്ലസ് മൈനസ് അവരെന്നെ അനുഭവിക്കണം. അതാണ്
അപ്പോൾ 7 ദ്വീപുകളിലും ധർമ്മത്തെ സ്ഥാപിക്കുന്നതിന് അധികാരിയായ പരിപാലകൻ അദ്ദേഹം ഒരുവൻ മാത്രമായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആജ്ഞ എങ്ങും ഒരുപോലെ എല്ലാവരാലും അംഗീകരിക്കപ്പെട്ടിരുന്നു. എന്നാൽ വേദോക്ത ധർമ്മങ്ങളെ നടത്തുന്ന ബ്രാഹ്മണരിലും ശ്രീനാരായണ ഭക്തന്മാരിലും അദ്ദേഹം ആ ആജ്ഞയെ നടത്തിയില്ല. എന്താ ഇതിൻ്റെ ഒരു മഹാത്മ്യം എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഭഗവത് ഭക്തന്മാരോട് നമ്മളൊന്നും പറയാൻ പാടില്ല, കാരണം അവർ ഒന്നും പ്രതിവചിക്കില്ല. പക്ഷെ ഭഗവാൻ നമുക്ക് മണ്ടയ്ക്ക് കിണുക്കും. അതാ പ്രശ്നം. താങ്ങാൻ സാധിക്കില്ല നമ്മളെ കൊണ്ട്. ഭഗവാൻ എന്താ പറയണത്? നിങ്ങൾ എന്നെ അപഹസിച്ചോളൂ, എൻ്റെ ഭക്തന്മാരെ തൊട്ട് കളിക്കരുതെന്നാ. അപ്പോൾ പറഞ്ഞു, സ്വതേ തന്നെ അവർ ലോകഹിതകാരികളായതുകൊണ്ട്. എന്താ കാരണം? അവർ സ്വതേ തന്നെ അവർ ലോകഹിതകാരികളാണ്. ലോകത്തിന് ഉപകാരമുള്ളൂ അവരെ കൊണ്ട്, ഉപദ്രവില്ല. രാജാജ്ഞ അവരിൽ പ്രവേശിക്കേണ്ടതായ ആവശ്യമുണ്ടായിരുന്നില്ല എന്ന് സാരം. 13ാമത്തെ ശ്ലോകം നോക്കൂ. ഏകദ ആസീൻ മഹാസത്ര ദീക്ഷ തത്ര ദിവോഹസാം സമാജോ ബ്രഹ്മർഷീണാം ച രാജർഷീണാം ച സത്തമാം. ഹേ ശ്രേഷ്ഠ, ഒരിക്കൽ സത്രത്തിനായിട്ട് ദീക്ഷ ഉണ്ടായി. അവിടെ സ്വർഗവാസികളുടെയും ബ്രഹ്മർഷികളുടെയും രാജർഷികളുടെയും സമൂഹം സംഭവിച്ചു. എല്ലാ ആൾക്കാരും. അതിൻ്റെ ഭാവാർത്ഥം പറയാം. ഏറ്റവും ശുഭാചാരയുക്തനായ വിതുര. ഇനി വിതുരർക്ക് ഇതിനേക്കാൾ വലിയ ക്രെഡൻഷ്യൽസ് ഇല്ല. ഒരിക്കൽ രാജാവായ പൃഥു മഹത്തായ ഒരു യാഗത്തിനായി ദീക്ഷിച്ചു. അവിടെ സ്വർലോകവാസികളായ ദേവ ഗന്ധർവ വിദ്യാധരാദികളും വസിഷ്ഠാദികളായ ബ്രഹ്മർഷികളും ഭൂലോകപാലകന്മാരായ രാജാക്കന്മാരും ഋഷികളെപ്പോലെ ധർമ്മനിഷ്ഠന്മാരായവരും വന്നു ചേർന്നു എന്ന് പറഞ്ഞു. ഇനി 14ാമത്തെ ശ്ലോകം. തസ്മിന്നർഹൽസു സർവേഷു സ്വർച്ചിതേഷു യഥാർഹത ഉദ്ധിത സദസോ മധ്യേ താരാണാമുടുരാടിവ. ഈ വന്നു ചേർന്നവരിൽ എല്ലാം നക്ഷത്രങ്ങളുടെ ഇടയിലുള്ള ചന്ദ്രൻ എന്ന പോലെ ഈ അദ്ദേഹം വിരാജിച്ചു എന്നാ അതിൻ്റെ കാവ്യഭാഷ. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ വാക്കർത്ഥം എന്താ? അതിൽ പൂജ്യന്മാരായ സർവരും യോഗ്യതാനുരൂപം സൽക്കരിക്കപ്പെട്ടിരിക്കുമ്പോൾ സദസ്സിൻ്റെ മധ്യത്തിൽ നക്ഷത്രങ്ങളുടെ മധ്യത്തിൽ ചന്ദ്രൻ എന്ന പോലെ പൃഥു നീട്ടു നിന്നു. ആ ഞാൻ ഭാവാർത്ഥം, ആ സത്രത്തിൽ വന്നിട്ടുള്ള പൂജന്മാരെ എല്ലാം അവരുടെ യോഗ്യതാനുസരണം സൽക്കരിച്ച ശേഷം സദസ്സിൻ്റെ മധ്യത്തിൽ നക്ഷത്രങ്ങളുടെ മധ്യത്തിൽ ചന്ദ്രൻ എന്ന പോലെ പൃഥു ചക്രവർത്തി എഴുന്നേറ്റ് നിന്നു. അത് കഴിഞ്ഞിട്ട് പറയണു 15ാമത്തെ ശ്ലോകം. പ്രാംശു പീനായദഭുജോ ഗൗര. പ്രാംശു പീനായദഭുജോ ഗൗര കഞ്ചാരുണേക്ഷണാം സുനാസാസു മുഖ സൗമ്യ പീനാംസാസു വിജസ്മിതാം. ഉയരമധികമുള്ളവൻ, തടിച്ചും ഉരുണ്ടും ഇരിക്കുന്ന കൈകളുള്ളവൻ, വെളുത്ത നിറമുള്ളവൻ, ചന്താമരപ്പൂ പോലെ ചുവന്ന കണ്ണുകളോടുകൂടിയവൻ, ശോഭനമായ നാസികയുള്ളവൻ, പ്രസന്നമായ മുഖമുള്ളവൻ, ശാന്തസ്വഭാവൻ, മാംസളങ്ങളായ ചുമലുകളുള്ളവൻ, ശോഭനമായ ദന്തത്തിൽ നിന്ന് പുറപ്പെടുന്ന മന്ദഹാസത്തോടു കൂടിയവൻ. അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രമാണ് വരച്ച് കാണിക്കുന്നത്. ഞാൻ എൻ്റെ ഭാവാർത്ഥം പറയാം. പ്രജകളോട് ഉപദേശം ചെയ്യുവാൻ എഴുന്നേറ്റു നിന്ന രാജാവിൻ്റെ സർവ അവയവ സൗന്ദര്യവിശേഷത്തെയും മഹാപുരുഷ ലക്ഷണത്തെയും സൂചിപ്പിച്ച് ഇതുമുതൽ 4 ശ്ലോകം കൊണ്ട് വർണ്ണിക്കുന്നു. സാമാന്യത്തിലധികം ഉയരമുള്ളവൻ, നീണ്ടു തടിച്ചിരിക്കുന്ന കൈകള്, ശുഭ്രവർണം, ചന്താമൃതളം പോലെ ചുവന്ന കണ്ണുകള്, മനോഹരമായ നാസിക, വൃത്തമൊത്ത മഞ്ജുളതരമായ മുഖം, ശാന്തമായ പ്രകാശം, തടിച്ചും മാംസലങ്ങളുമായ തോളുകള്, ശോഭനമായ പല്ലിൽ നിന്ന് പുറപ്പെടുന്ന ശുഭ്രകാന്തി, ചേർന്ന മന്ദഹാസം. കഴിഞ്ഞോ? ഇല്ല.
16-ാമത്തെ ശ്ലോകം. വ്യൂഢവക്ഷാ ബൃഹൽശ്രോണ്യേരു വലിവൽഗുതലോദരാം ആവർത്തനാഭിരോജസി കാഞ്ചനോരുരുദഗ്രപാത്. വിസ്താരമുള്ള മാറിടത്തോടും തടിയുള്ള കടിപൃഷ്ഠത്തോടും ത്രിവലി കൊണ്ട് മനോഹരവും, ത്രിവലി അതെ വയറിന് 6 പാക്ക് എന്ന് പറയും, ത്രിവലി ആലിൻ്റെ ഇല പോലെ ഇരിക്കുന്നതുമായ വയറോടും ആവർത്തനാഭി വൃത്താകാരത്തിൽ ചുഴി പോലെ ഇരിക്കുന്ന പൊക്കളോടും ഓജസ്സോടും സ്വർണവർണ്ണമുള്ള തുടകളോടും ഉന്നതങ്ങളായ കാലടിയോടും കൂടിയവൻ എന്നായി. ഇനി അതിൻ്റെ ഭാവാർത്ഥം. വിസ്തീർണമായ മാറിടം, തടിച്ചിരിക്കുന്ന കടിപശ്ചാൽ ഭാഗം, ത്രിവലികളാൽ മനോഹരമായും ആലില പോലെ മുകൾ ഭാഗം വീതിയും കീഴ്ഭാഗം വീതി കുറഞ്ഞും ഇരിക്കുന്ന വയറ്, അതാണ് ആലില പോലെ എന്ന് പറയാൻ കാരണം. അപ്പം വയർ ചുഴൽ പോലെ വൃത്താകാരമായ നാഭി, മഹാപ്രതാപത്തെ സൂചിപ്പിക്കുന്ന ശോഭ, സ്വർണ്ണ നിറമുള്ള തുടകൾ, ഉന്നതങ്ങളായ അഗ്രഭാഗങ്ങളോട് കൂടിയ പാദങ്ങൾ എന്നൊക്കെയായി. തീർന്നോ? ഇല്ല. 17-ാമത്തെ ശ്ലോകം. സൂക്ഷ്മവക്രാസിത സ്നിഗ്ധമൂർധജകമ്പുഗന്ധരാ മഹാധനേ ദുഗൂലാഗ്ര്യേ പരിധായോപവീയചാം. ഏറ്റവും ഘനം കുറഞ്ഞും അറ്റം വളഞ്ഞും കറുത്തും മിനുപ്പുമുള്ള തലമുടിയും ശംഖിനു തുല്യമായ കഴുത്തുള്ളവനും അധികം വിലപിടിച്ച പട്ടുവസ്ത്രങ്ങളെ ഉടുത്തും ഉത്തരീയമായി ധരിച്ചുമിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഏറെക്കുറെ ഇനി അതിൻ്റെ ഭാവാർത്ഥം. സൂക്ഷ്മമായും അഗ്രം വളഞ്ഞും കറുത്തും മിഴുക്കുള്ളതുമായ തലമുടി, ചമ്പ്രം മുടിയല്ല, മിഴുക്കുണ്ട്, മിഴുക്കെന്നാണ്, മിഴുക്ക്. ശംഖതുല്യമായ കഴുത്ത്, അധികം വിലപിടിച്ച പട്ടുവസ്ത്രങ്ങളെ ഉടുക്കുകയും ഉത്തരീയമായി ധരിക്കുകയും ചെയ്തിട്ടുള്ള സ്വരൂപം. ഇനി 18-ാമത്തെയും 19-ാമത്തെയും ശ്ലോകത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ ചോദിച്ചാൽ, അത്യാവശ്യം നീളമുണ്ട്, 3 വരി ശ്ലോകങ്ങളാണ്. ഒന്നല്ലെങ്കിൽ 2 വരി അല്ലെങ്കിൽ 4 വരിയെ കാണാം. ഇതിപ്പോൾ ഇവിടെ 3 വരിയുണ്ട്. വ്യഞ്ജിതാശേഷഗാത്രശീർണിയമേന്യുസ്തഭൂഷണ കൃഷ്ണാജിനധര ശ്രീമാൻ കുശപാണി കൃതോചിത ശിശിരസ്നിഗ്ധതാരാക്ഷ സമക്ഷൈത സമന്തത. പ്രകാശിച്ചിരിക്കുന്ന സകല അവയവശോഭയോടും വ്രതാനുഷ്ഠാനത്തിൽ ആഭരണങ്ങളെ ധരിക്കാതിരിക്കുന്നവനും. അവിടെയാണ് നമ്മൾക്ക് അമ്പലത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഭഗവാനേക്കാൾ ദേവീദേവന്മാരെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ വിലപിടിപ്പുള്ള ആഭരണങ്ങളൊക്കെ ഇട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അത് ശരിയല്ല. അതാണ് ധരിക്കാതിരിക്കുന്നവനും. കൃഷ്ണമൃഗത്തിൻ്റെ തോൽ വസ്ത്രത്തിൻ്റെ മീതെ ചുറ്റിയും സ്വതസിദ്ധമായ കാന്തിയോടും, ആർട്ടിഫിഷ്യൽ അല്ല എന്നർത്ഥം, സ്വതസിദ്ധമായ ദർഭപ്പുല്ലിനെ കയ്യിൽ പിടിച്ചും അവശ്യം ചെയ്യേണ്ടതായ നിത്യകർമ്മങ്ങളെ ചെയ്തും ശാന്തങ്ങളും മനോഹരങ്ങളുമായ കരിമിഴികളുള്ള നേത്രങ്ങളോടും കൂടിയ അദ്ദേഹം 4 ഭാഗത്തിലും സ്നേഹപൂർവം നോക്കി. ദേഷ്യപ്പെട്ടിട്ടല്ല, സ്നേഹപൂർവം എന്നാണ്. ഇനി അതിൻ്റെ ഭാവാർത്ഥ പറഞ്ഞത്. യാഗദീക്ഷാവ്രതാവസാനമായതിനാൽ രാജോചിതങ്ങളായ ആഭരണങ്ങൾ അവയവങ്ങളിൽ ധരിച്ചിട്ടില്ലാത്തത് കൊണ്ട് എല്ലാ അവയവങ്ങളുടെയും ശോഭയ്ക്ക് മറുവലേശവുമില്ല. അതാണ് ആഭരണങ്ങളാണ് അദ്ദേഹത്തിൻ്റെ അവയവങ്ങളുടെ ശോഭ മറയ്ക്കണതെന്നാണ് പറഞ്ഞത്. കൃഷ്ണമൃഗത്തിൻ്റെ തോൽ വസ്ത്രത്തിനു മീതെ ചുറ്റിയിട്ടുണ്ട്. മഹാശോഭ ശരീരത്തിൽ നിന്ന് വ്യാപിക്കുന്നു. കയ്യിൽ ദർഭയുണ്ട്. സമയോചിത കർമ്മം കഴിഞ്ഞിരിക്കുന്നു. പ്രജകളുടെ സർവ്വസന്താപങ്ങളെയും നിരാകരിക്കുന്ന വിധം ആർദ്രകളും മൃദുക്കളുമായിരിക്കുന്ന കൃഷ്ണമഴികളോടുകൂടിയ കണ്ണുകളെ 4 ഭാഗത്തും വ്യാപരിപ്പിച്ചും കൊണ്ട് സ്നേഹപൂർവം കടാക്ഷിച്ചു. 19-ാമത്തെ ശ്ലോകം 3 വരി. ഊജിവാനിതം ഉർവീഷ സദസംഹർഷയന്നിവ ചാരുചിത്രപദം ശ്ലേഷ്ണം മൃഷ്ടം ഗൂഢം അവിക്ലവം
സർവേഷാം ഉപകാരാർത്ഥം, എല്ലാവർക്കും ഉപകാരകരമായ രീതിയിൽ തഥാ അനുവദന്നിവ പറഞ്ഞു അദ്ദേഹം. സദസ്സിനെ ഏറ്റവും സന്തോഷിപ്പിക്കുന്നവനായിട്ട് മനോജ്ഞവും ചിത്രങ്ങളായ പദങ്ങളോടുകൂടിയും പ്രശസ്തമായും ശുദ്ധമായും ഗംഭീരമായും അവ്യാകുലമായും ഇരിക്കുന്നു. അവ്യാകുലം എന്ന് പറഞ്ഞാൽ there is no tension at all. ഇതിനെ രാജാവ് പറഞ്ഞു അനുവചിക്കുന്ന പോലെ എന്ന് പോലെ അനുവചിക്കുക ശ്രദ്ധയോടുകൂടി. ഇനി അതിൻ്റെ ഭാവാർത്ഥം, എഴുന്നേറ്റ് നിന്ന് 4 ഭാഗത്തും നോക്കിയ ശേഷം സദസ്സിനെ ഏറ്റവും ആനന്ദിപ്പിച്ചുകൊണ്ട് രാജാവ് ഇങ്ങനെ പറഞ്ഞു: വാക്കിന് വേണ്ടതായ സകല ഗുണങ്ങളും തികഞ്ഞുവെന്ന് കാണിപ്പാൻ വിശേഷണങ്ങൾ, കേൾക്കുന്നവരുടെ ശ്രോത്രത്തിന് പ്രീതി ജനിപ്പിക്കുന്നതും, ശ്രദ്ധിക്കണം, ചിത്തത്തിൽ ചമൽക്കാരത്തെ വർദ്ധിപ്പിക്കുന്ന പദങ്ങൾ അടങ്ങിയതും ശ്ലാഘ്യവും പക്ഷപാതാദി ദോഷങ്ങളുടെ സ്പർശനം പോലും ഇല്ലാത്തത്. പക്ഷപാതം അതായത് ഒരു പ്രത്യേക വിഭാഗത്തിനെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ശുദ്ധവും ആലോചിക്കും തോറും അർത്ഥം അധികരിച്ചുണ്ടാവാത്തക്ക വിധത്തിലിരുന്നതിനാൽ ഗൂഢവും നിശ്ചിതമായ വിധത്തിൽ സാധുക്കളുടെ തന്നെ അഭിപ്രായത്തെ പ്രകാശിപ്പിക്കുന്നതുപോലെയുമായിരുന്നു ആ രാജവചനം. ഇനി മൈത്രേയ രാജോവാച, പൃഥു എന്തു പറഞ്ഞു അതാണ് പറഞ്ഞത്. 20ാമത്തെ ശ്ലോകം. സഭ്യാശൃണുത ഭദ്രം വാ സാധവോ യായിഹാഗതാഃ സൽസു ജിജ്ഞാസുഭിർധർമ്മം ആവേദ്യം സ്വമനീഷിതം. ഇവിടെ വന്നിരിക്കുന്ന സാധുക്കൾ യാതൊരുവരോ, സഭ്യന്മാരെ നിങ്ങൾ കേൾക്കുവിൻ, നിങ്ങൾക്ക് മംഗളം അറിയുവാൻ ആഗ്രഹിക്കുന്നവരാൽ ഭദ്രം അതെ കേൾക്കുവിൻ, നിങ്ങൾ കേൾക്കുവിൻ, നിങ്ങൾക്ക് മംഗളം അറിയുവാൻ ആഗ്രഹിക്കുന്നവരാൽ സ്വാഭിപ്രായത്തെ അനുസരിച്ചുള്ള ധർമ്മം സജ്ജനങ്ങളിൽ അറിയത്തക്കതാകുന്നു. എല്ലാവർക്കും പ്രീതിജനകമായിട്ടുള്ള കാര്യമേ പറയാൻ പാടുള്ളൂ. ഇനി അതിൻ്റെ ഭാവാർത്ഥ പറഞ്ഞത്. രാജാവ് പറഞ്ഞു: ഈ സത്രത്തിൽ സന്നിധാനം ചെയ്തിരിക്കുന്ന സദാചാരയുക്തന്മാരായ സഭ്യരെ, എല്ലാവരും സദാചാര ശിരോമണികളാണ്, നിങ്ങൾ മനസ്സിരുത്തി കേൾക്കണം. അതാണ് ഇമ്പോർട്ടൻ്റ്. മനസ്സിരുത്തി നിങ്ങൾക്ക് ക്ഷേമം ഭവിക്കട്ടെ. ധർമ്മനിശ്ചയത്തെ അറിയുവാൻ ആഗ്രഹിക്കുന്നവർ, ധർമ്മനിശ്ചയം, സ്വ അഭിപ്രായത്തെ, സ്വത്തുക്കളെ അറിയിക്കേണ്ടത് ആവശ്യമാണല്ലോ. തൻ്റെ അഭിപ്രായം ധർമ്മത്തെ അനുസരിച്ചിരിക്കുന്നത് തന്നെയോ അല്ലയോ എന്ന് തീർച്ചപ്പെടുത്തുവാൻ അധികാരികളായ സജ്ജനങ്ങളെ അറിയിപ്പിക്കുന്നത് കൊണ്ട് ധർമ്മസ്വരൂപം നിർണയിപ്പാൻ സാധിക്കും. അതുപ്രകാരം നടക്കുന്നത് കൊണ്ട് ക്ഷേമവും, ഈ ധർമ്മപ്രകാരം നടന്ന എന്താ ഉണ്ടാവുക? ക്ഷേമം, അല്ലെങ്കിൽ പ്രശ്നമായി, ക്ഷേമവും വർദ്ധിക്കും. അതിന് വേണ്ടി എൻ്റെ അഭിപ്രായത്തെ നിങ്ങളെ അറിയിക്കുന്നതല്ലാതെ നിങ്ങളോട് ഉപദേശിക്കുന്നതല്ല. ഉപദേശവും അഭിപ്രായം വിട്ട് വളരെ വ്യത്യാസമുണ്ട്. ഇതാണ് എനിക്ക് പറയേണ്ടതെന്ന് പറഞ്ഞതിന് പകരം ഇതാണ് എൻ്റെ ഉപദേശം എന്ന് പറഞ്ഞാൽ ഉപദേശി എപ്പോഴും മുള്ള, വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. ഇനി 21ാമത്തെ ശ്ലോകം നോക്കുക. അഹം ദണ്ഡധരോ രാജാ പ്രജാനാം ഇഹ യോജിത രക്ഷിത വൃത്തിദസ്വേഷു സേതുഷു സ്ഥാപിത പൃഥക്. ഇപ്പോൾ ഞാൻ പ്രജകളുടെ രാജാവായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ശിക്ഷാധികാരിയും രക്ഷാധികാരിയും ജീവനദ്രവ്യങ്ങളെ നൽകുന്നവനും സ്വമര്യാദകളാൽ വെവ്വേറെ സ്ഥാപിക്കുവാൻ അധികാരിയുമാകുന്നു. ഇനി അതിൻ്റെ ഭാവാർത്ഥം. എന്നെ പ്രജകളുടെ രാജാവായിട്ട് മുനിമാർ നിശ്ചയിച്ചിരിക്കയാൽ മാർഗം തെറ്റി നടക്കുന്നവരെ ശിക്ഷിപ്പാനും സ്വധർമ്മം നടത്തുന്ന സജ്ജനങ്ങളെ ദുർജന പീഡകളിൽ നിന്ന് രക്ഷിപ്പാനും ഉപജീവന പദാർത്ഥങ്ങളെ സമ്പാദിച്ചു കൊടുപ്പാനും വിവേകമില്ലാത്തവരെ
അവരുടെ ധർമ്മങ്ങളിൽ തന്നെ ഉറപ്പിക്കുവാൻ വേണ്ടത് പ്രവർത്തിപ്പാനും ഞാൻ അധികാരിയായിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്നും നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആവട്ടെ എന്നും സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.